ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പാക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു നിസ്സാര പാക്കിംഗ് അല്ല, ഒരു ബൾക്ക് പാക്കിംഗ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഓർഡർ തന്ന നമ്മുടെ സനൂജിയത്തെയാണ് കേട്ടോ, കൊല്ലത്തുനിന്ന്. അപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളോട് വാങ്ങുന്നത് കേട്ടോ, നല്ല ബൾക്കായിട്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം, ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഒരു ബിസിനസ് വളരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആണ് മസ്റ്റ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലാഭം നഷ്ടം രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ. ഒരു കസ്റ്റമർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ നല്ലതായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഇപ്പം ഉപയോഗിച്ചതിൽ വെച്ച് എല്ലാവർക്കും നല്ല റിസൾട്ടുള്ള സോപ്പാന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ വേറെ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ കടകളിലും സോപ്പ് കൊടുത്തു തുടങ്ങി കേട്ടോ. അപ്പോൾ അതും നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, നമ്മുടെ ലൈസൻസോട് കൂടിയ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇതാണ് കേട്ടോ നമ്മുടെ ലൈസൻസോട് കൂടിയുള്ള സ്റ്റിക്കറൊക്കെ. അപ്പോൾ നമ്മളിത് പാക്ക് ചെയ്യാൻ പോകണം കേട്ടോ. 20 സോപ്പാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കണം, കാരണം അവർക്ക് അത്യാവശ്യമാണെന്നാണ് പറഞ്ഞത്. 12:30 ആയി കേട്ടോ. ഒരു 2 മണി വരെ ഉള്ളൂ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ 1:30-ക്കുള്ളിലെങ്കിലും കൊടുക്കണം എനിക്ക് കേട്ടോ. അതിനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ജയ്. ഞാൻ ആദ്യം വിചാരിച്ച് ഈ ബോക്സിനകത്ത് എല്ലാം കയറത്തില്ല എന്ന് കേട്ടോ. പക്ഷേ ഒരു വിധത്തിലെല്ലാം ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബൾക്ക് ആയതുകൊണ്ട് നമുക്ക് ബോക്സ് നമ്മുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നൊരു ബോക്സ് ഞാൻ ഇച്ചിരി അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്താണ് കേട്ടോ പാക്ക് ചെയ്ത് വിട്ടേക്കുന്നത്. നല്ല സെക്യൂറായിട്ട് പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് അഡ്രസ്സ് എഴുതുകയാണ് കേട്ടോ. അപ്പോൾ അഡ്രസ്സൊക്കെ എഴുതി ഇപ്പോൾ സമയം 1:15 കഴിഞ്ഞു കേട്ടോ. നല്ല നട്ടുച്ചയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ തീരെ വയ്യ, ജലദോഷവും പനിയൊക്കെ ഉണ്ട്. 2 ദിവസം തല അനക്കാൻ വയ്യായിരുന്നു. എന്തായാലും നട്ടുച്ചയ്ക്ക് പോയി തിരിച്ച് വരുമ്പോഴേക്കും എൻ്റെ അവസ്ഥ ഭീകരമാകുമെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും നമുക്കെപ്പോഴും നമ്മുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമറാണ് കേട്ടോ. അവരുടെ ടൈമിംഗ് ആണ് നമുക്ക് ഫസ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ പോസ്റ്റ് ഓഫീസിലൊക്കെ എത്തി നമ്മളിത് പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രാക്കിംഗ് ഐ ഡി ഒക്കെ ഇട്ടിട്ട് കസ്റ്റമറിന് നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ. എനിക്ക് ഈ പനി സമയങ്ങളിൽ, തലവേദന, അങ്ങനത്തെ കുറച്ച് സമയങ്ങളിൽ എനിക്ക് നല്ല തണുത്തത് കുടിക്കാനാണ് ആഗ്രഹം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന് തൊട്ടടുത്തുള്ള ഒരു കടയിലോട്ട് നോക്കിയപ്പോഴേക്കും തേണ്ട കിടക്കുന്നു. പച്ചവെള്ളവും സോഡയും മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രീസറിലുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വീട്ടിൽ പോയി കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വഴിയിൽ തന്നെ നിറച്ച് പലഹാരങ്ങളുമായിട്ടൊരു കട എന്നെ ആകർഷിച്ചു കേട്ടോ. എന്തെങ്കിലും തണുത്തോ കുടിക്കാൻ പോയ ഞാൻ അവിടെ പോയി ഒരു പഴംപൊരിയും ഒരു സോഡാ നാരങ്ങ വെള്ളവും കുടിച്ചു കേട്ടോ. പനിയുടെ ആണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ കണ്ണിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ചൂട് കാറ്റ് വരുവായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പഴംപൊരിയും കഴിച്ചു, പിന്നെ ഒരു സോഡാ നാരങ്ങ വെള്ളവും. അതായത് സോഡാ നാരങ്ങ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു. ഇനി ഉള്ളിൽ നല്ല ചൂടായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അതും കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യം എൻ്റെ കുശാലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ